ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഫോക്കസ് സീരിയയുടെ ചാപ്റ്റർ നമ്പർ 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. +1 ചാപ്റ്റർ നമ്പർ 4, ദാറ്റ് ഈസ് മോഷൻ ഇൻ എ പ്ലെയിൻ. അതിൽ രണ്ട് ടോപ്പിക്സ് ആണ് നമുക്ക് ഫോക്കസ് സീരിയൽ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ 4.2 സ്കേലാസ് ആൻഡ് വെക്ടേഴ്സ് ആൻഡ് 4.10 പ്രൊജക്ടൈൽ മോഷൻ. അപ്പോൾ ചാപ്റ്റർ നമ്പർ 3 ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രൊജക്ടൈൽ മോഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 3 ഡെറിവേഷൻ ഉണ്ട്. അതായത് ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ, റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ, ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ. ഈ 3 ഡെറിവേഷനും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഓൾറെഡി വീഡിയോ ആക്കിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഡിസ്ക്രിപ്ഷൻ നോക്കി അത് പഠിക്കുക. കാരണം അത് ഓൾറെഡി മിക്ക കുട്ടികളും പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഇതിൽ കൊടുക്കാതിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്, എക്സാം ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതാണ് ആദ്യം ഇതിൽ പഠിക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സ്കെയിലാർ ക്വാണ്ടിറ്റി ഫ്രം ദ ഫോളോയിങ് ആൾട്ടർനേറ്റ്സ്. 4 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് രണ്ടായി തിരിക്കാം, സ്കെയിലേഴ്സ് ആൻഡ് വെക്ടേഴ്സ് ആയി തിരിക്കാം. അപ്പൊ തന്നിരിക്കുന്നതിൽ ഏതാണ് സ്കെയിലർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊമെന്റം, ടോർക്ക്, ആക്സിലറേഷൻ, ഇത് മൂന്നും വെക്ടേഴ്സ് ആണ്. അപ്പൊ ആൻസർ ഈസ് വർക്ക്. വർക്കും എനർജിയൊക്കെ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ കുറച്ച് സ്കെയിലാർ ക്വാണ്ടിറ്റീസും വെക്ടർ ക്വാണ്ടിറ്റീസിന്റെയും എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കണം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്താണ് സ്കെയിലാർസ് ആൻഡ് വെക്ടേഴ്സ്? സ്കെയിലാർസ് മീൻസ് the quantities having only magnitude and no direction are called scalars. They are described completely by a number and a unit. Scalars obey ordinary algebra, that is common algebra. Example, distance, speed, mass, volume, time, temperature, work, power, pressure, etc. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഡിസ്റ്റൻസ്, സ്പീഡ്, മാസ്, വോളിയം, ടൈം, ടെമ്പറേച്ചർ, വർക്ക്, എനർജി, പവർ, പ്രഷർ, ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യം ഇതിനൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോർമലി വന്ന് കാണാനുള്ളത്. മനസ്സിലാക്കി വെക്കാൻ വേറൊരു കാര്യമുണ്ട്, കറണ്ട് ഇലക്ട്രിക് കറണ്ടും സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. വെക്ടേഴ്സ്, the quantities having both magnitude and direction are called vectors. They obey vector algebra. They are described completely by a number and unit and a direction. അപ്പോൾ വെക്ടർ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാവും. സ്കെയിലർ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. വെക്ടേഴ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, ടോർക്ക്, മൊമെന്റം, എക്സെട്ര. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ വെക്ടേഴ്സ്. അപ്പോൾ ഇതിൽ ആ രണ്ട് എക്സാമ്പിൾസ് ആണ് ശ്രദ്ധിച്ച് നോക്കേണ്ടത്. Question number 2. A boy throws a cricket ball with a velocity u at an angle theta with the horizontal. ഇപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ബോൾ എറിയാണ്. മേക്കിന് ആംഗിൾ തീറ്റ, ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. തുടക്കത്തെ വെലോസിറ്റി യുവും ഗ്രൗണ്ടുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്തൊരു ബോൾ എറിയാണ്. വാട്ട് ഈസ് ദ പാത്ത് ഫോളോഡ് ബൈ ദ ബോൾ? പാത്ത് എന്ന് പറഞ്ഞാൽ ട്രാജക്ടറി ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ട്രാജക്ടറി എന്ന് പറഞ്ഞാൽ പാത്ത് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. എന്താണ് ആ ബോളിന്റെ ട്രാജക്ടറി അല്ലെങ്കിൽ പാത്ത് എന്നാണ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, at the highest point what are the vertical and horizontal component of the velocity? അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം വ്യക്തമായി, വെർട്ടിക്കൽ ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്, 2 dimensional മോഷൻ ആണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് പാരബോളയാണ്. കാരണം ഒരു ബോൾ ഹൊറിസോണ്ടലി എറിഞ്ഞു കഴിഞ്ഞാൽ ആ ബോൾ ഫ്രണ്ടിലേക്കും പോവും, താഴേക്ക് ഗ്രാവിറ്റി ഉള്ളതോടെ ഗ്രാവിറ്റി താഴേക്കും എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ 2 dimensional മോഷൻ ആണ്. അപ്പോൾ ഒരേ സമയം ഫ്രണ്ടിലേക്കും മുകളിലേക്കും താഴേക്കും വരുന്നതുകൊണ്ട് ആ ബോൾ മൂവ് ചെയ്യുന്ന പാരബോളിക് പാത്ത് ആയിരിക്കും. രണ്ടാമത്, അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി യു കോസ് തീറ്റ ആണ്. വെർട്ടിക്കൽ കോമ്പണന്റ് 0 ആണ് വെലോസിറ്റിന്റെ. ഇത് ശ്രദ്ധിക്കണം. 1 dimensional മോഷൻ ആണെങ്കിൽ ഒരു ഒബ്ജക്ട് മുകളിലേക്ക് എറിയുകയാണെങ്കിൽ അതിന്റെ ഹയസ്റ്റ് പോയിന്റ് എത്തുമ്പോൾ വെലോസിറ്റി 0 ആണ്. നേരെ മറിച്ച് ഇത് 2 dimensional ആണ്. 2 dimensional ആകുമ്പോൾ അതിൽ ഒരേ സമയം ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഉണ്ടാവും, വെർട്ടിക്കൽ കോമ്പണന്റ് ഉണ്ടാവും. ഒരു കല്ല് മുകളിലേക്ക് എറിയുകയാണെങ്കിൽ 1 dimensional എറിയുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ എത്തിയാൽ യു 0 ആണ്. നേരെ മറിച്ച് 2 dimensional ആക്കി പാരബോളിക് ആയിട്ട് എറിയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ ഫ്രിക്ഷൻ എടുക്കുന്നില്ല. ആ കാരണത്താൽ വെർട്ടിക്കൽ കോമ്പണന്റ് മാറിക്കൊണ്ടിരിക്കും, ഹൊറിസോണ്ടൽ കോമ്പണന്റ് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അപ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണന്റ് യു കോസ് തീറ്റ എപ്പോഴും അതേപോലെ എക്സിസ്റ്റ് ചെയ്യും. ബട്ട് യു സൈൻ തീറ്റ മാറിക്കൊണ്ടേയിരിക്കും. ടോപ്പിൽ എത്തുമ്പോൾ യു സൈൻ തീറ്റ 0 ആവും. അതുകൊണ്ടാണ് വെർട്ടിക്കൽ കോമ്പണന്റ് 0 ആയതും ഹൊറിസോണ്ടൽ കോമ്പണന്റ് യു കോസ് തീറ്റ ആയതും. ഇതൊന്നും ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെക്കുക. പ്രൊജക്ടൈലിലെ ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണന്റ് യു കോസ് തീറ്റ ആയിരിക്കും, വെർട്ടിക്കൽ കോമ്പണന്റ് 0 ആയിരിക്കും. ഇതാണ് ട്രാജക്ടറി. അതിൽ ആ യു കോസ് തീറ്റ നോക്കിയറിയാം. യു കോസ് തീറ്റയ്ക്ക് യാതൊരു മാറ്റമില്ല. യു കോസ് തീറ്റ അതേ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ യു സൈൻ തീറ്റ എന്ത് ചെയ്യും, അത് കുറഞ്ഞ് ടോപ്പിൽ എത്തുമ്പോൾ എന്താവും 0 ആവും. അതാണ് ഹൊറിസോണ്ടൽ കോമ്പണന്റ് യു കോസ് തീറ്റ, വെർട്ടിക്കൽ കോമ്പണന്റ് ഇതെന്നാവുന്നത് 0 ആവുന്നത്. ഇതാണ് പാരബോള. An object is projected in air with a velocity is called projectile. Here the horizontal component of velocity remains unchanged, but the vertical component is affected by gravitational force for a projectile. Arrive the equation for the following. നമ്മൾ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും.
മാറുന്നില്ല, വെർട്ടിക്കൽ കോമ്പണന്റ് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. കാരണം ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഫ്രിക്ഷൻ എടുക്കാത്തതുകൊണ്ട് ഹൊറിസോണ്ടൽ കോമ്പണന്റ് യാതൊരു മാറ്റം ഉണ്ടാവില്ല. വെർട്ടിക്കൽ കോമ്പണന്റ് മാറുന്നതുകൊണ്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ടാണ്. അപ്പോൾ അറൈവ് ദ ഇക്വേഷൻ ഫോർ ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ, ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ് അച്ചീവ്ഡ്. And second question, what will be the range when the angle of projection are 0 degree and 90 degree? തീറ്റ 90 ആവുമ്പോഴും 0 ആവുമ്പോഴും റേഞ്ച് എത്ര ദൂരമാണ് എന്ത് ചെയ്യുക, സഞ്ചരിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. And question number C, at what angles will a projectile have same range of for velocities? അത് വെലോസിറ്റീസ് ഒന്നും മാറ്റാതെ രണ്ട് ആംഗിൾ നമുക്ക് ഒരേ റേഞ്ച് കിട്ടും. അത് ഏതൊക്കെ ആംഗിൾസ് ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ആംഗിൾ മാറ്റി കഴിയുമ്പോൾ നമുക്ക് രണ്ട് ആംഗിളിൽ ഒരേ റേഞ്ച് കിട്ടും, ഒരേ ദൂരമാണ് എന്ത് ചെയ്യുക, സഞ്ചരിക്കുക. വെലോസിറ്റി ഒന്നും മാറ്റാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ ആംഗിളിലാണ് സെയിം റേഞ്ച് കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, തേർഡിലെ എ ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ചെയ്യില്ല, അത് വേറെ വീഡിയോ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡെറിവേഷൻ നോക്കാം, അതിന്റെ ഇക്വേഷൻ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. T = 2u sin theta by g ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ ആണ്. റേഞ്ച് u² sin 2 theta by g, h ഹൈറ്റ് u² sin square theta by 2g. അപ്പോൾ ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, ഏത് ആംഗിളിലാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് മാക്സിമം ആവുക, ഏത് ആംഗിളിലാണ് റേഞ്ച് മാക്സിമം ആവുക, ഏത് ആംഗിളിലാണ് ഹൈറ്റ് മാക്സിമം ആവുന്ന ക്വസ്റ്റ്യൻ വരും, മനസ്സിലാക്കി വെക്കുക. Tmax theta is equal to 90 ആണ്, Rmax theta is equal to 45 ആണ്, Hmax theta is equal to 90 ആണ്. തീറ്റ 90 ആവുമ്പോൾ ടൈം പീരീഡും ഹൈറ്റും മാക്സിമം ആയിരിക്കും. തീറ്റ 45 ഡിഗ്രി ആകുമ്പോഴാണ് റേഞ്ച് മാക്സിമം ആയിരിക്കുക. അപ്പോൾ അതിൽ റേഞ്ച് ആണ് എപ്പോഴും ചോദിച്ചു കാണുമെങ്കിൽ കൂടി ടൈം പീരീഡ് ചോദിക്കും 45 മാറി എഴുതരുത്. തീറ്റ 45 ഡിഗ്രി ആണെങ്കിൽ ആ സമയത്ത് റേഞ്ച് മാക്സിമം ആയിരിക്കും. തീറ്റ 90 ആവുമ്പോഴും ടൈം പീരീഡും ഹൈറ്റും ആയിരിക്കും ഉണ്ടാവുക മാക്സിമം. വാട്ട് വിൽ റേഞ്ച് വെൻ ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 0 ഡിഗ്രി? അപ്പോൾ 0 ഡിഗ്രി ആണെങ്കിൽ 0 ഡിഗ്രി ആകുമ്പോഴും 90 ഡിഗ്രി ആകുമ്പോഴും റേഞ്ച് എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് റേഞ്ചിന്റെ ഇക്വേഷൻ അറിയാം, u² sin 2 theta by g ആണ്. അപ്പോൾ ആദ്യം തീറ്റയ്ക്ക് 0 കൊടുക്കാം. തീറ്റയ്ക്ക് 0 കൊടുത്താൽ നമുക്കറിയാം 2 × 0 0 ആണ്, sin 0 0 ആണ്. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ തീറ്റ 0 ആകുമ്പോൾ റേഞ്ച് എന്തായിരിക്കും, 0 ആണ്. ഇനി അതേപോലെ 90 കൊടുക്കുമ്പോൾ 2 × 90 180 ആണ്, sin 180 എന്ന് പറയുന്നതും 0 ആണ്. അപ്പോൾ തീറ്റ 0 ആകുമ്പോഴും 90 ആകുമ്പോഴും റേഞ്ച് എന്ന് പറയുന്നത് 0 ആണ്. കാരണം 90 എന്ന് പറയുന്നത് 2 തീറ്റയാണ്. അപ്പോൾ 90 കൊടുത്താൽ 2 × 90 180 ആവും, sin 180യും sin 0യും 0 ആണ്. അപ്പോൾ തീറ്റ 90 ആവുമ്പോഴും 0 ആവുമ്പോഴും പ്രൊജക്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത് 0 ആണ്. അറ്റ് വാട്ട് ആംഗിൾ വിത്ത് പ്രൊജക്ടൈൽ ഹാവ് സെയിം റേഞ്ച് ഓഫ് വെലോസിറ്റി? അത് ഒരേ വെലോസിറ്റിയിൽ ആംഗിൾ മാറ്റുമ്പോൾ സെയിം റേഞ്ച് കിട്ടും. അത് ഏതൊക്കെ ആംഗിളിലാണ് റേഞ്ച് സെയിം ആവുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് നമുക്കറിയാം, R = u² sin 2 theta by g ആണ്. തീറ്റയ്ക്ക് നമ്മൾ 90 - θ എന്ന് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ന്യൂ റേഞ്ച് കിട്ടും, എന്താണ്, u² sin 2 90 - θ by g കിട്ടും. അപ്പോൾ ആ 2 ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 2 × 90 180 ആണ്, ആൻഡ് θ × 2 2θ. നമുക്കറിയാം 180 - 2θ or 180 - θ, sin 180 - θ എന്ന് പറയുന്നത് sin θ ആണ്. അപ്പോൾ sin 180 - 2θ എന്ന് പറയുന്നത് sin 2θ ആണ്. അപ്പോൾ R' R എന്താണ്, സെയിം ആണ്. അതിനർത്ഥം 90 - θയ്ക്കും തീറ്റയ്ക്കാണ് സെയിം റേഞ്ച് കിട്ടുക എന്നാണ്. അതിനർത്ഥം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് തീറ്റ 90 - θയ്ക്കാണ് സെയിം റേഞ്ച് കിട്ടുന്നത്. അതിനർത്ഥം തീറ്റ 15 ഡിഗ്രി ആണെങ്കിൽ 90 - 50 എന്ന് പറയുന്നത് 75 ആണ്. അപ്പോൾ 75ക്കും 15നും ഒരേ റേഞ്ച് കിട്ടുക. അതേപോലെ തന്നെ തീറ്റ 30 ആക്കണം, 30. അപ്പോൾ 90 - 30 60 ആണ്. അപ്പോൾ 60ക്കും 30ക്കും ഒരേ റേഞ്ച് കിട്ടുക. പിന്നെ 45 90 - 40 45 മാക്സിമം റേഞ്ച് ആണ്. അപ്പോൾ ഇതാണ് വരിക. അപ്പോൾ ഓർത്തിരിക്കുക, തീറ്റ അപ്പോൾ 30 ഡിഗ്രിക്ക് ഒരു റേഞ്ച് കിട്ടി. വെലോസിറ്റി ഒന്നും മാറ്റാതെ സെയിം റേഞ്ച് കിട്ടണമെങ്കിൽ ഏത് ആംഗിൾ വേണമെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ എഴുതി വയ്ക്കുക 90 - 30, സോ 60. 30 and 60 ആണ് റേഞ്ച് എന്താവുക, സെയിം ആവുക. ഇതാണ് ക്വസ്റ്റ്യൻസ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിച്ച് നോക്കേണ്ടത് ഡെറിവേഷൻ തന്നെയാണ്. അതാണ് നമുക്ക് ഏറ്റവും കിട്ടാനുള്ള ചാൻസസ് കൂടുതൽ. ന്യൂമറിക്കൽസ് എക്സ്പ്ലെയിൻ ചെയ്യാത്തതിന് കാരണം ഡെറിവേഷൻ നമുക്ക് മാക്സിമം എന്താവും കിട്ടും. ന്യൂമറിക്കൽസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജസ്റ്റ് ഇക്വേഷൻസ് എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിന് പകുതി മാർക്കോളം കിട്ടും. സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ ക്ലിയർ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.